നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പോഷക സമ്പുഷ്ടമായ ഒരു പഴത്തെക്കുറിച്ചാണ്. ഡ്രൈ ഫിഗ് അഥവാ അത്തിപ്പഴം. ദിവസവും 2 എണ്ണം നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, ഏതെല്ലാം പോഷകങ്ങളാണ് അത്തിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത്, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്, അതുപോലെ എത്ര അളവിൽ കഴിക്കണം, ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല, ആരൊക്കെ നിർബന്ധമായും കഴിച്ചിരിക്കണം, ഇനി അമിതമായി കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസും കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അത്തിപ്പഴത്തിൽ ഏതെല്ലാം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അത്തിപ്പഴത്തിൽ ധാരാളം പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം അത്തിപ്പഴത്തിൽ ഏകദേശം 74 കിലോ കാലറീസ് ഊർജമുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസിൽ വൈറ്റമിൻ ബി കോംപ്ലക്സസ്, അതായത് B1, B2, B6, B9 ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ സി ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആന്റി ഓക്സിഡൻസും ഫ്ലവനോയിഡ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മിനറൽസിൽ കാൽസ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോഷകങ്ങൾ അടങ്ങിയ അത്തിപ്പഴം ദിവസവും 2 എണ്ണം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം. അതായത് ഫൈബേഴ്സ് ധാരാളം ഉള്ളതിനാൽ മലബന്ധം കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ മലശോധന കുറവുള്ളവർക്കും അതുപോലെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ എന്നീ രോഗങ്ങൾ ഉള്ളവർക്കും വളരെ ഫലപ്രദമായ ഒരു ഭക്ഷണമാണ് അത്തിപ്പഴം. അതുപോലെ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ സഹായിക്കുന്നു. കറക്റ്റ് രീതിയിലുള്ള മെറ്റബോളിസം കറക്റ്റ് ആക്കാൻ സഹായിക്കുന്നു. ഈ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടുള്ള ഗുണമാണ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പൊ പ്രമേഹ രോഗം വരാതിരിക്കാനും അതുപോലെ പ്രമേഹ രോഗികൾക്ക് ചെറിയ അളവിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതായിട്ട് തോന്നും. അതായത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലതായ ഒന്നാണ് അത്തിപ്പഴം. ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ലതാണ്. അങ്ങനെയുള്ളവർ 2 മുതൽ 5 അത്തിപ്പഴം വരെ കഴിക്കാവുന്നതാണ്. കാരണം അതിൽ ധാരാളമായിട്ട് കാലറീസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അളവിൽ കഴിച്ചാൽ, അതായത് കൂടിയ അളവിൽ കഴിച്ചാൽ, കൂടിയെന്ന് വെച്ചാൽ മാക്സിമം 5 എണ്ണം വരെ കഴിച്ചാൽ മതിയാകും. കഴിച്ചാൽ ശരീരഭാരം കൂട്ടാനും സഹായിക്കും. അപ്പൊ അത്തിപ്പഴത്തിന് ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു ഭക്ഷണമാണ്. അപ്പൊ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപ് പറഞ്ഞ പോലെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വിശപ്പ് കുറയ്ക്കുന്ന ഒരു ഭക്ഷണമാണ് അത്തിപ്പഴം. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചർമ്മം ചുളിവുന്നതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾക്ക് ശരീരത്തിന്റെ ഇലാസ്റ്റികത, അതായത് ശരീരത്തിൽ ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തിപ്പഴം കഴിക്കുമ്പോൾ ആ ചുളിവുകൾ വീഴുന്നതൊക്കെ കുറയ്ക്കാനും അതുപോലെ പ്രായാധിക്യം കൊണ്ടുള്ള ലക്ഷണങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇതൊരു ആന്റി ഏജിങ് ഫുഡായിട്ട് പറയുന്നുണ്ട്. ഈ വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ളത് കൊണ്ട് ആന്റി ഏജിങ് ഫുഡ്, അതായത് റിങ്കിൾസ്, പ്രായാധിക്യം, വാർദ്ധക്യ ലക്ഷണങ്ങൾ വരുന്നതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും 2 പേർക്കും ഒരുപോലെ ഗുണമുള്ള ഒന്നാണ് അത്തിപ്പഴം. അതുപോലെ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഹൃദയത്തിന്റെ അതുപോലെ രക്തക്കുഴലുകളുടെ ആരോഗ്യവും ഹൃദ്രോഗങ്ങളെ ചെറുക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അത്തിപ്പഴം. ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും മാംഗനീസ്, ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അസ്ഥികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ബലത്തിനും
ആരോഗ്യത്തിനും വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. പ്രായമായവരിൽ അസ്ഥിക്ഷയം തടയാൻ സഹായിക്കുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാന ആരോഗ്യ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ്സും ഫ്ലവനോയിഡ്സും ഒക്കെയാണ് അതിന് കാരണം. നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ആകുന്നു. അതുപോലെ ആന്റി ഓക്സിഡന്റ്സ് ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നശിപ്പിച്ച് കളയാനും അതുപോലെ ക്യാൻസർ വരാനുള്ള സാധ്യതയൊക്കെ കുറയ്ക്കാനും ഇതിന് നല്ല കഴിവുണ്ട്. മുൻപ് പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന്, അതായത് ചർമ്മം തിളങ്ങാനും മൃദുത്വം കിട്ടാനും ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ഇതിൽ ധാരാളം ഇരുമ്പ്, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല, സൗന്ദര്യ ഗുണങ്ങളും ചേർന്നതാണ് അത്തിപ്പഴം. അതുപോലെ പാലൂട്ടുന്ന അമ്മമാർക്ക് ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് അത്തിപ്പഴം കഴിക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് നേരെയാക്കാനും, അതായത് ഹോർമോണിൽ എന്തെങ്കിലും അസന്തുലിതാവസ്ഥ വന്നാൽ അത് നേരെയാക്കാനും അത്തിപ്പഴത്തിനൊരു കഴിവുണ്ട്. പുരുഷന്മാർക്കും ഇത് വളരെ ഫലപ്രദമായ ഒന്നാണ്. പുരുഷന്മാരുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും, അതായത് സെക്ഷൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം തന്നെയാണ്. അതുപോലെ സ്പേം കൗണ്ട് കൂടാനും മോട്ടിലിറ്റിയും മൊബിലിറ്റിയും ഒക്കെ കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അത്തിപ്പഴം. ഇനി എത്ര അളവിൽ കഴിക്കണം എന്ന് നമുക്ക് നോക്കാം. മാക്സിമം 3 എണ്ണം കഴിച്ചാൽ മതിയാകും. രണ്ടെണ്ണം അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 മാത്രം കഴിച്ചാൽ മതിയാകും. അമിതമായിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി എപ്പോൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യം കിട്ടുന്നത് എന്ന് നോക്കാം. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണത്തോടൊപ്പമോ കഴിക്കാം. അല്ലെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കാം. വൈകുന്നേരം ലഘു സ്നാക്കായിട്ട് കഴിക്കാം. മറ്റ് എണ്ണ പലഹാരങ്ങളും അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം 2 അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. രാത്രി ഉറക്കക്കുറവുള്ളവർക്ക് രാത്രി ഡിന്നറിന് ശേഷം അരമണിക്കൂറിന് കഴിഞ്ഞിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ മറ്റ് നട്ട്സുകളോടൊപ്പം, അതായത് വാൾനട്ട്, ബദാം ഇവരൊപ്പം കൂടെ കഴിക്കാൻ നല്ലതാണ്. എങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ആരോഗ്യം ഗുണം കിട്ടുന്നത് എന്ന് വെച്ചാൽ 2 അത്തിപ്പഴം എടുത്ത് നന്നായി കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക രാത്രി. പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് കുതിർന്ന ഈ അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുക. കൂടെ വെള്ളവും കുടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ദഹനം എളുപ്പമാകാനും പോഷകങ്ങളൊക്കെ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ആരൊക്കെയാണ് അത്തിപ്പഴം കഴിക്കാൻ പാടില്ലാത്തവർ എന്ന് വെച്ചാൽ, വൃക്കരോഗമുള്ളവർ അല്ലെങ്കിൽ മിനറൽസിന്റെ ഉപയോഗം നിയന്ത്രിക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളവര് അവരുടെ, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. അതുപോലെ ഇതിന് അലർജി ഉള്ളവർ കഴിക്കാൻ പാടില്ല. ആരൊക്കെയാണ് നിർബന്ധമായും അത്തിപ്പഴം കഴിക്കേണ്ടവർ എന്ന് വെച്ചാൽ, മലബന്ധം ഉള്ളവര്, അതുപോലെ അസ്ഥികളുടെ ബലം വർദ്ധിക്കാൻ ആഗ്രഹം ഉള്ളവര്, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവര്, പ്രായമായവര്, ഇവരൊക്കെ, അതുപോലെ ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവര്, ഇവരൊക്കെ നിർബന്ധമായും അത്തിപ്പഴം കഴിക്കണം. ഇനി അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ശരീരഭാരം കൂടും, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടും. അതുകൊണ്ട് പ്രമേഹ രോഗികൾ അളവിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. കൂടുതൽ കഴിച്ചാൽ ശരിക്കും അവരുടെ പഞ്ചസാരയുടെ അളവ് കൂടും. അപ്പം അങ്ങനെ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം. അതുപോലെ ദഹന പ്രശ്നങ്ങൾ ആയിട്ടുള്ളവർ, IBS, വയറിളക്കം പോലെ അല്ലെങ്കിൽ വയറ്റിൽ പിടിക്കാതെ പോകുന്നവർ ഉണ്ടെങ്കിൽ അവരും ഇത് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് അത്തിപ്പഴത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് അത്തിപ്പഴത്തെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും എങ്ങനെയാണ്, എപ്പോഴാണ്, എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.